ഇനി നിന്റെ ഈ മുത്തശ്ശിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും മറച്ചു വെക്കരുത്. ഗായത്രി ദേവിയുടെ സ്വഭാവത്തിലെ പെട്ടെന്നുള്ള മാറ്റം കണ്ട വേദികയുടെ മുഖം കോപത്താൽ ചുവന്നു. മുത്തശ്ശി പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാതെ ആവണിയുടെ ഭാഗം ചേർന്നിരിക്കുന്നു. ഗീതയും ജയരാജും ഞെട്ടലോടെ പരസ്പരം നോക്കി. ഒരു നിമിഷം കൊണ്ട് ആ പാർട്ടിക്ക് വന്ന അതിഥികൾക്കിടയിൽ ആവണിയോട് ഒരു ബഹുമാനം വളർന്നു. ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് അവളുടെ അമ്മ ഗീതയ്ക്ക് അപ്പോൾ തോന്നി. കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും ആവണി കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് അവർ മുന്നോട്ട് വന്നു. ഗീത സ്നേഹപൂർവ്വം പറഞ്ഞു, സാരമില്ല ആവണി മോളെ, ഇപ്പോൾ നിന്റെ മനസ്സിനെ ഓരോ വിഷമങ്ങൾ കൊണ്ട് ഭാരപ്പെടുത്തരുത്. വിജയഭാവത്തോടെ അവർ ഗായത്രി ദേവിയുടെ നേരെ തിരിഞ്ഞു. അമ്മേ, അമ്മ ഇവളെ ഒന്ന് നോക്കൂ. എന്ത് സുന്ദരിയാ എന്റെ ആവണി അല്ലേ? പണ്ടേ എല്ലാരും പറയാറില്ലേ, എന്റെ സൗന്ദര്യം തെല്ലുപോലും കുറയാതെ അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷേ ആവണി പള്ളിക്കൽ കോവിലകത്തിലെ കൊച്ചു തമ്പുരാനെ കണ്ടുമുട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ തമ്പുരാന്റെ കണ്ണുകൾ എന്റെ മകളിൽ പതിച്ചിട്ടുണ്ടാവും. സൗഭാഗ്യം നമ്മുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുകയാണ്. അവണി, ഈ അവസരം നീ ഒഴിവാക്കരുത്. നീ ഈ ആദിത്യനെ ഡിവോഴ്സ് ചെയ്യണം. അതേ മോളെ, നിന്റെ അമ്മ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് കേട്ടില്ലേ? ഞാനും അതുതന്നെയാണ് പറയുന്നത്. എത്രയും വേഗം നീ ആദിത്യനെ വിവാഹമോചനം ചെയ്യുക. നീ ഇവനെ വിവാഹം കഴിച്ചത് മുതൽ ആകെ പ്രശ്നമാണ്. ഇപ്പോൾ ഇതാ എല്ലാം കലങ്ങിത്തെളിയാൻ പോവാ. ഇനി നീ ഞങ്ങളെ അനുസരിച്ചേ മതിയാവൂ. ഗായത്രി ദേവിയും കർശനമായി പറഞ്ഞു. ഗായത്രി ആദിത്യന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. പക്ഷെ അവനെതിരെ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ആവണിക്ക് കേൾക്കാനാവില്ലായിരുന്നു. ആവണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മതി മുത്തശ്ശി, ഇത്ര നേരം ഇവിടെ നടന്നതൊന്നും ആദിത്യന്റെ തെറ്റല്ലാതിരുന്നിട്ടും നിങ്ങളെല്ലാവരും അവനെ വെറുതെ കുറ്റപ്പെടുത്തി. അവൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ ഇനി എന്തായാലും ഒന്നും വേണ്ട. ഞാൻ ആദിത്യനെ ഡിവോഴ്സ് ചെയ്യില്ല. അതെന്റെ തീരുമാനമാണ്. അവളുടെ കണ്ണുകളിലെ തീ കണ്ടപ്പോൾ ഗായത്രി ദേവി ആകെ പകച്ചുപോയി. കുടുംബത്തിലാരും ഇന്നുവരെ അവരെ ധിക്കരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അവർ അലറി, നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ മാത്രമായോ? നിന്റെ ഉള്ളിൽ ഇപ്പോഴും കുറച്ച് ബോധം അവശേഷിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ നീയും നിന്റെ അച്ഛനെ പോലെ ഒട്ടും ബുദ്ധിയില്ലാത്തവളാണ്. ഭർത്താവിനോട് ഇത്രയധികം സ്നേഹമുള്ള ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കാമുകനെ പിന്നിൽ നിർത്തുന്നത്? ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നീ നമ്മുടെ കുടുംബത്തിന്റെ ബഹുമാനത്തെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. കുറഞ്ഞത് നിന്റെ അച്ഛനെയും അമ്മയും പറ്റിയെങ്കിലും ആലോചിക്കണമായിരുന്നു. ഇതൊരു ഭർത്താവ്, ഇവിടെ സമ്മാനങ്ങൾ കൊണ്ടുവരാൻ വേറൊരുത്തൻ. ഛേ! മുത്തശ്ശിയുടെ വാക്കുകൾ ഓരോന്നും വെടിയുണ്ടകൾ പോലെ ആവണിയുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. അവളുടെ കണ്ണുകളുടെ കോണുകൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു. അവളെ ഇത്രയും വേദനയിൽ കാണുന്നത് ആദിത്യന് സഹിക്കാൻ കഴിഞ്ഞില്ല. ജയരാജും ഗീതയും പോലും ഗായത്രി ദേവിയുടെ ക്രൂരതയിൽ ഞെട്ടിനിന്നു. ഒടുവിൽ ജയരാജ് മുന്നോട്ട് നീങ്ങി ആവണിയുടെ തോളിൽ കൈവച്ചു. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഗായത്രിയെ നോക്കി പറഞ്ഞു, അമ്മേ മതി, ഇനി എനിക്കൊരു വാക്ക് പോലും കേൾക്കണ്ട. നിങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ പൊയ്ക്കോളാം. ഇനി എന്റെ മോളെ വേദനിപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതും പറഞ്ഞുകൊണ്ട് ജയരാജും ഗീതയും ആവണിയെ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയി. ആദിത്യനും ഒന്നും മിണ്ടാതെ അവരുടെ പിന്നാലെ നടന്നു. അവർ പോകുന്നത് നോക്കി നിന്ന ഗായത്രി ദേവിയുടെ കണ്ണുകൾ തീക്കനലുകൾ പോലെ ജ്വലിച്ചു. അവർ അലറി, ആയിക്കോട്ടെ, എവിടേക്കെങ്കിലും പൊയ്ക്കോ. ഈ വീട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുക പോലും ചെയ്യണ്ട. ഈ നാടകം കാരണം വേദികയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം ഇല്ലാതായിരിക്കുന്നു. അതിഥികളുടെ മുഖങ്ങളിലും രാഘവന്റെയും സിദ്ധാർത്ഥിന്റെയും മുഖത്തും അതൃപ്തി വ്യക്തമായി കാണാമായിരുന്നു. അവരുടെ മുഖം കണ്ട വേദിക ഉള്ളിൽ ആവണിയെയും ആദിത്യനെയും ശപിച്ചുകൊണ്ടിരുന്നു. എത്ര സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന്! എല്ലാം നശിപ്പിച്ചില്ലേ അവർ? മുത്തശ്ശി അവരിങ്ങോട്ട് വിളിക്കേണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ മോളെ. കുടുംബക്കാരുടെ മുഴുവൻ സമാധാനം പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാണ്. അവസരം കിട്ടിയാ അവരെ ഒന്ന് താഴ്ത്തി കെട്ടാമെന്നും കരുതി. പക്ഷെ അവസാനം അത് നമുക്ക് തന്നെ ഇത്രയും പ്രശ്നമുണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി മോളെ. ഗായത്രി വേദികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുകയല്ല, എന്റെ അവസ്ഥ പറഞ്ഞതാണ്. എന്നും അവളുടെ താഴെ നിൽക്കാനാണ് എന്റെ വിധി. സഹോദരിയുടെ സങ്കടം കണ്ട നീൽ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വേദിക, മതി, ഇനി നീ കരയേണ്ട കാര്യമില്ല. നീ കരഞ്ഞാൽ അത് ആദിത്യനെയും അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ആവണിയെ സന്തോഷിപ്പിക്കുകയുള്ളൂ. ശരിയായ അവസരം വരുമ്പോ ഇതിനെല്ലാമുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുത്തോളാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീൽ ഗേറ്റിന് പുറത്തേക്ക് നോക്കി നിന്നു. മറുവശത്ത് ആവണി പുറത്തേക്ക് കാലെടുത്തു വെച്ച ഉടനെ കണ്ണുനീരെല്ലാം തുടച്ചു. താമസിയാതെ എല്ലാവരും കാറിൽ കയറി വീട്ടിലേക്ക് പോയി. ആദിത്യനോട് പറഞ്ഞ വാക്കുകളെപ്പറ്റി ഓർത്ത് ആവണി ഖേദിക്കുകയായിരുന്നു. സത്യത്തിൽ മറ്റൊരാൾ തനിക്ക് വേണ്ടി തന്ന മാല അവൻ കൈമാറിയതാണ്, അല്ലാതെ മോഷ്ടിച്ചതല്ല. എങ്കിലും നീലുമായി ഒരു തർക്കത്തിന് നിൽക്കേണ്ട ആവശ്യം അവനില്ലായിരുന്നു എന്ന് ആവണിക്ക് തോന്നി. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ആദിത്യനെ നോക്കി അവൾ പതുക്കെ പറഞ്ഞു, ആദിത്യ, എന്നാലും നീലുമായി അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കഴിയുന്നത്ര അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അതൊക്കെ ശരിയാണ് ആവണി. പക്ഷെ അവൻ എന്നെ കുറ്റപ്പെടുത്തിയത് നീയും കണ്ടതല്ലേ. ഞാൻ അവനോട് കാര്യം വിശദീകരിക്കുകയായിരുന്നു. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആദിത്യന്റെ മറുപടി കേട്ട ആവണി പറഞ്ഞു, അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്.
പക്ഷെ കഴിയുന്നത്ര അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അവൻ ഒരുപാട് മോശം കൂട്ടുകെട്ടൊക്കെയുള്ളതാ. നീ അവനുമായി ഇടപഴകിയാൽ അവൻ തീർച്ചയായും പ്രതികാരം ചെയ്യും. കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് നീലിനെ ഒട്ടും ഇഷ്ടമല്ല. ശരി, ഞാനത് മനസ്സിൽ വെക്കാം. പക്ഷെ അവനെന്നെ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആദിത്യൻ മറുപടി പറഞ്ഞു. ഗീതയും ജയരാജും അപ്പോൾ കാറിന്റെ പിൻസീറ്റിൽ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. ഗീതയുടെ കണ്ണുകളിൽ ദേഷ്യം നിഴലിച്ചു നിന്നു. പക്ഷെ അവർ വീട്ടിലെത്തുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. അതേസമയം ആ മാല പെട്ടെന്ന് ആദിത്യന്റെ അടുത്തേക്ക് വന്ന കാര്യം ആവണിക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. ആ സംശയം അവൾക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അവൾ കൗതുകത്തോടെ ആദിത്യനോട് ചോദിച്ചു, ഒരു കാര്യം കൂടെ പറ, പള്ളിക്കൽ കുടുംബവുമായുള്ള നിന്റെ ബന്ധം എന്താണ്? ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിട്ട് ആ മനുഷ്യൻ എന്തിനാണ് നിന്റെ കയ്യിൽ തന്നെ ആ മാല തന്നത്? ഇത് കേട്ടപ്പോൾ ആദിത്യന് അവളോട് സത്യം പറയാൻ തോന്നി. പക്ഷെ അടുത്ത നിമിഷം അവന് 1 വർഷത്തിന് ശേഷം താൻ ദീപികയെ വിവാഹം കഴിച്ചോളാം എന്ന വാക്ക് കൊടുത്ത കാര്യം ഓർമ്മ വന്നു. ഇത് കേട്ടപ്പോൾ അവൻ സ്വയം അടങ്ങി. കാര്യങ്ങളൊന്നും അവളിപ്പോൾ അറിയണ്ട. മൂർത്തിക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആദിത്യന് ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മുമ്പിൽ അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താമായിരുന്നു. പക്ഷെ പിന്നെ ഈ അപമാനമൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ആവണിക്കും പിന്നെ എല്ലാവരുടെ മുമ്പിൽ തലയുയർത്തി തന്നെ നിൽക്കാം. എന്നാൽ ഇപ്പോൾ ഒന്നിനും പറ്റില്ല. അവൻ മെല്ലെ വിശദീകരിച്ചു, അതൊന്നുമില്ല ആവണി, എനിക്ക് പള്ളിക്കൽ കുടുംബത്തെ അറിയുക പോലുമില്ല. ഇന്നലെ ജ്വല്ലറിയിൽ വെച്ച് നിങ്ങളെല്ലാവരും പോയപ്പോൾ ഞാൻ ഇന്ന് വന്ന ആ വൃദ്ധനെ കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹം എൻ്റെ കയ്യിൽ ഈ മാല വെച്ച് തന്നു. ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയി. ആ മാല നിനക്ക് തരാനുള്ളതാണ് എന്ന് മാത്രമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആരാ എന്താ എന്നൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാനത് കൃത്യമായി നിന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോഴും ആവണി സംശയത്തോടെ നിന്നു. അങ്ങനെയാണോ കാര്യം? എന്നാലും യാദൃച്ഛികമായി അത് നിന്റെ കയ്യിൽ തന്നെ വന്നല്ലോ. അത് കേട്ട ആദിത്യൻ പുഞ്ചിരിച്ചു. അത് ശരിയാണ്. പിന്നെ ഈ കാര്യം ആ മനുഷ്യൻ തന്നെ നിന്നോട് പറഞ്ഞില്ലേ, വേറൊരാൾ നിനക്ക് തരാൻ പറഞ്ഞതാണെന്ന്? അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഗീത പുരികമുയർത്തി നോക്കി പിറുപിറുക്കാൻ തുടങ്ങി. അവനൊരു മാല തന്നത് നന്നായി. ഒരു ബോംബായിരുന്നു തന്നിരുന്നതെങ്കിൽ ഇവൻ അതും വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇവൻ ഒട്ടും തലച്ചോറില്ലല്ലോ. ദൈവം തലച്ചോറ് വിതറുമ്പോൾ ഇവൻ എവിടെയായിരുന്നു എന്ന് ആർക്കറിയാം. അമ്മയുടെ വാക്കുകൾ അവഗണിച്ച് ആദിത്യൻ ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അപ്പോൾ ആവണി ആദിത്യനോട് വിശദീകരിക്കാൻ തുടങ്ങി. ഇനി മുതൽ ആരിൽ നിന്നും ഒന്നും വാങ്ങാതെ നോക്കിക്കോ. ആളുകൾ നമ്മളെ എങ്ങനെ മുതലെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അടുത്ത തവണ ഒരാളെ നന്നായി അറിയുന്നതുവരെ അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കരുത്. ശരി, ഞാനിനി അത്തരത്തിലൊരു തെറ്റ് ചെയ്യില്ല, ആദിത്യൻ വേഗം തന്നെ മറുപടി നൽകി. അവനോട് സംസാരിച്ചതിന് ശേഷം ആവണി കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. തന്റെ സന്ദേശം അറിയിക്കാൻ ആദിത്യനേക്കാൾ മികച്ച ഒരു മാർഗമില്ലെന്ന് മൂർത്തി ചിന്തിച്ചു കാണുമെന്നും അവൾക്ക് തോന്നി. എങ്കിലും ആരാവും അയാളുടെ ഈ കൊച്ചുതമ്പുരാൻ? അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു നാടകം സൃഷ്ടിക്കണമെങ്കിൽ എന്താവും അവരുടെ ഉദ്ദേശം? ആ പറഞ്ഞ ആൾ തന്നെ എവിടെ വെച്ചാണ് കണ്ടതെന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ആദിത്യന്റെ നിർദ്ദേശപ്രകാരമാണ് മൂർത്തി ഈ നാടകം മുഴുവൻ ആസൂത്രണം ചെയ്തതെന്ന് ആവണി അറിഞ്ഞിരുന്നില്ല. അയാളുടെ ആ തമ്പുരാനാണ് തന്റെ ഭർത്താവ് എന്നറിയാതെ ആവണി ചിന്തയിൽ മുഴുകി. മറുവശത്ത് വാഹനം ഓടിക്കുമ്പോൾ ആദിത്യൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു. ആവണിയോട് കള്ളം പറഞ്ഞല്ലോ എന്നാലോചിച്ചപ്പോൾ അവന് വേദന തോന്നി. അവൻ മനസ്സിൽ ചിന്തിച്ചു, ആവണി, നീ എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നിന്നോട് സത്യം പറഞ്ഞാൽ മൂർത്തിക്ക് കൊടുത്ത വാക്ക് ഞാൻ ലംഘിക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത 1 വർഷത്തേക്ക് ഞാൻ നിന്നോട് സത്യം പറയില്ല. എല്ലാം അറിയുമ്പോൾ നീ എന്നോട് ക്ഷമിക്കും, എന്നെ മനസ്സിലാക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ചിന്തിച്ചുകൊണ്ട് ആദിത്യൻ ആളൊഴിഞ്ഞ റോഡിലേക്ക് നോക്കി. കാർ വേഗം തന്നെ അവരുടെ വീടിന് പുറത്തെത്തി. അവർ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി. അമ്പാട്ടി വീട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖങ്ങൾ ഇരുണ്ടു. ഓരോരുത്തരായി അകത്തേക്ക് പോയി. അപ്പോൾ സമയം രാത്രിയായിരുന്നു. ഗീത അകത്ത് കയറി ഉടനെ തന്നെ ദേഷ്യത്തോടെ ആദിത്യനെ പരിഹസിക്കാൻ തുടങ്ങി. അവൻ തലകുനിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഗീത അലറി, ഇവന്റെ മുഖം നോക്ക്! ഇത്രയും കേട്ടിട്ടും ഇവൻ ഒട്ടും നാണമില്ലാതെ വായിൽ തുണി തിരികെ വെച്ചതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ?